എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ല നെയ്യുള്ള മത്തിക്കറിയുടെ റെസിപ്പിയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മീൻകറി തയ്യാറാക്കാൻ വേണ്ടി ചാള അല്ലെങ്കിൽ മത്തിയാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല നെയ്യുള്ള മത്തി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. 300 ഗ്രാം അളവിലാണ് ഏകദേശം ഇതുള്ളത്. മീൻകറി തയ്യാറാക്കാൻ എടുക്കുന്ന ചട്ടി എടുത്ത് ആദ്യം ചൂടാക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ചെറിയുള്ളി നല്ല ചെറുതായി ചോപ്പ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 പച്ചമുളക് നെടുവേ കീറിയതും 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം നന്നായി മാറിയതിന് ശേഷം മാത്രമാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു തക്കാളി ഒട്ടും വെള്ളമില്ലാതെ മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് അടിച്ചെടുത്ത പേസ്റ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. തക്കാളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ വഴറ്റി പച്ചമണം എല്ലാം മാറി എണ്ണയെല്ലാം തെളിഞ്ഞു വരുന്ന സമയത്ത് വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളിയുടെയൊക്കെ പച്ചമണം നന്നായി മാറിയതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷവും പൊടികളുടെയും അതുപോലെ നമ്മൾ ചേർത്ത എല്ലാ മസാലയുടെയും പച്ചമണമൊക്കെ മാറി നല്ലൊരു സ്മെല്ല് വരുന്ന സമയത്താണ് ഇതിലേക്ക് തേങ്ങാപ്പാൽ അല്ലെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. മീൻ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഏകദേശം ഒരു 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ചേർക്കുന്നതിന് പകരം 2ാം പാലും ചേർത്ത് കൊടുക്കാം. പുളിക്ക് ആവശ്യമായിട്ട് പച്ചമാങ്ങയാണ് ചേർക്കുന്നത്. ചെറുതായി മുറിച്ച് പച്ചമാങ്ങ ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെയും പുളിക്ക് അനുസരിച്ചും മാങ്ങയുടെ പുളി അനുസരിച്ചും വ്യത്യാസം ഉണ്ടാവും. ഞാനൊരു 1/2 കപ്പ് പച്ചമാങ്ങയാണ് ചേർത്തിട്ടുള്ളത്. മാങ്ങയും ചേർത്ത് കൊടുത്തതിന് ശേഷം അരപ്പ് നന്നായി തിളച്ച് വരണം. നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കേണ്ടത്. മീൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിക്കുക. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വേവിക്കുന്നതിനെക്കാട്ടിലും ചെറിയ തീയിൽ വെച്ച് വേവിക്കുന്നതാണ് നല്ലത്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് നന്നായി തിളച്ച് അതിൽ നിന്നുള്ള എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ലതുപോലെ വറ്റി വരാൻ തുടങ്ങും. ഏകദേശം ഒരു അരമണിക്കൂർ ചെറിയ തീയിൽ വേവിച്ചെടുത്തപ്പോൾ നല്ലപോലെ വറ്റി മീനെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില കൂടി ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് ഇനി ഇട്ട് തിളപ്പിക്കാതെ കുറച്ച് നേരം ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഒന്ന് കറക്കിയെടുത്തിട്ട് മാറ്റി വയ്ക്കാം. നമ്മുടെ നാട്ടിൽ ഒരുപാടായി കിട്ടുന്ന മീനാണ് ചാളയും മത്തിയൊക്കെ. അതുകൊണ്ട് തന്നെ പലതരത്തിൽ നമ്മൾ മീൻ കറി വയ്ക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു തരത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നെയ്യുള്ള മത്തിയാണ് ഇങ്ങനെ കറി വെക്കാൻ ഏറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.